പാലക്കാട് പെരിങ്ങോട്ടുകുറിശി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ച് എറണാകുളം ടീമിൻ്റെ ചികിത്സാ സഹായ വിതരണം പറവൂർ കൊത്തലങ്കോസ് സോഷ്യൽ വെൽഫെയർ സെൻ്ററിൽ വെച്ച് പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇതിലെ അംഗങ്ങളായി എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷപൂർവ്വം തന്നെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. കാരണം ഇവിടെ ഇരിക്കുന്ന മിക്കവരെയും എനിക്ക് നേരിട്ട് അറിയാവുന്നവർ തന്നെയാണ്. ആദ്യമേ തന്നെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന് പറവൂർ നഗരസഭയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. കാരണം ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു മനസ്സിൽ കൂടി ആ ദയ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒരു കൈ സഹായമായി അതേപോലെ തന്നെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ദയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകനും ചെയർമാനുമായ EB രമേശ് അധ്യക്ഷനായി. 9 വർഷത്തിലൂടെ ഉള്ളിൽ നടത്തിയ സേവനങ്ങൾ ചിലതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ 8 വർഷങ്ങളിലെ സേവനങ്ങളാണ് അതിൽ കാണിച്ചത്. 2 വർഷം മുമ്പ് തയ്യാറാക്കിയ ഒരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 17 കോടിയുടെ ചികിത്സാ ധനസഹായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വളരെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. 21 ദയാഭവനങ്ങളും 20 പെൺകുട്ടികളുടെ വിവാഹങ്ങൾ, വിധവകളായിട്ടുള്ള അമ്മമാരുടെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് 5 പവൻ്റെ ആഭരണങ്ങളും വിവാഹ വസ്ത്രങ്ങളും നൽകിക്കൊണ്ട് 20 പെൺകുട്ടികളുടെ വിവാഹം ഞങ്ങൾ നടത്തിക്കൊടുത്തു. 15 അവയവം മാറ്റിവെച്ച രോഗികൾക്ക് കഴിഞ്ഞ 54 മാസമായിട്ട് മാസം തോറും 10,000 രൂപ, ഒരാൾക്ക് 10,000 രൂപയുടെ മെഡിസിൻ ആവശ്യമാണ്. 1.5 ലക്ഷം രൂപ ഒരു മാസത്തിൽ ആവശ്യമായിട്ടുള്ള ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനും അവകാശപ്പെടാനില്ലാത്ത ഒരു കാര്യം. 15 ജീവനുകളെ ഞങ്ങൾ മാസം തോറും കൃത്യമായിട്ട് മരുന്ന് നൽകി സംരക്ഷിച്ചു വരുന്നു എന്നുള്ളത്. നഗരസഭ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ KJ ഷൈൻ മുഖ്യാതിഥിയായിരുന്നു. പണ്ടൊരിക്കലും നമുക്ക് എല്ലാവർക്കും തന്നൊരു സന്ദേശമുണ്ട്, രാഷ്ട്രീയക്കാർക്കും ഈ നാടിനും. അതെനിക്കോടെ എല്ലാവർക്കും ആപ്റ്റാണ്. നിങ്ങളൊരു പ്രവൃത്തി, അതൊരു വികസന പ്രവർത്തനം എന്നൊന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അവിടെ ഏത് പ്രവൃത്തി എവിടെയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും നിർധനരായിട്ടുള്ള ആളെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അത് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ദയ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും അങ്ങേയറ്റം ആപ്റ്റായിട്ടുള്ള ഒരു സന്ദേശം, ഗാന്ധിജിയുടെ സന്ദേശം ഇന്ത്യൻ സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ദയ ട്രസ്റ്റി MG ആന്റണി സ്വാഗതം പറഞ്ഞു. 3 വർഷങ്ങളിലായി 21, 22, 23 3 വർഷങ്ങളിലായി 3 ഓണക്കിറ്റുകൾ 300 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുകയും 1 വർഷം 22-ൽ റംദാൻ കിറ്റ് 27 കുടുംബങ്ങൾക്ക് റംദാൻ കിറ്റ് നൽകിക്കൊണ്ട് അങ്ങനെ 3,27,000 രൂപ ഇത്തരത്തിൽ അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ, ഓണവിഭവങ്ങൾ, റംസാൻ വിഭവങ്ങൾ നൽകിക്കൊണ്ട് 3,27,000 രൂപയുടെ ചികിത്സാ ധനസഹായം നൽകാൻ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എറണാകുളത്തിന് കഴിഞ്ഞു. ഇന്ന് നൽകുന്ന ചികിത്സാ ധനസഹായം ഉൾപ്പെടെ ഇതിന് തൊട്ട് മുൻപ് 1-ാം തീയതി എൻ്റെ റിട്ടയർമെൻറ്റിന് അന്ന് രാവിലെ നടത്തിയ ചികിത്സാ ധനസഹായ വിതരണം, അത് കഴിഞ്ഞൊരു 3 മാസവും 3 ദിവസവും മാത്രമാണ് ഇന്ന് നടന്നത്. 1-ാം തീയതി ആയിരുന്നു. ഇന്ന് നടക്കുന്ന ചികിത്സാ ധനസഹായ വിതരണം ഉൾപ്പെടെ ടീം ദയ എറണാകുളം നൽകിയിരിക്കുന്നത് 8 ലക്ഷത്തി നൽകുന്ന ഉൾപ്പെടെ 8,05,000 രൂപയാണ്. ഫാദർ ഷിജു സോളമൻ, കൗൺസിലർ PD സുകുമാരി, ദയാഭാരവാഹികളായ ശങ്കർജി കോങ്ങോട്ട്, ഷൈനി രമേശ്, മോഹൻദാസ് മാസ്റ്റർ, ശോഭ ടീച്ചർ, ലളിത ഹരി, KR മുകുന്ദൻ, VS ജയപ്രകാശ്, M കുട്ടപ്പൻ, KP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മികച്ച പ്രവർത്തകരെ ആദരിക്കുകയും സമൂഹത്തിൽ അർഹരായിട്ടുള്ളവർക്കുള്ള ചികിത്സാ സഹായം വിതരണം നടത്തുകയും ചെയ്തു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.